ഒന്നെങ്കിലും നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ നിറയെ മീനുകളും അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഇതൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ ഈ കിഡ്സ് ഏരിയയിലേക്ക് പോയില്ല, കാരണം ഈ ലെഫ്റ്റ് ഭാഗത്ത് കാണുന്നത് ഫുള്ള് കിഡ്സിന് കളിക്കാനുള്ള ഓരോ ടോയ്സും അതൊക്കെയാണ്, റൈഡൊക്കെയാണ്. അപ്പോൾ നമ്മൾ അതിലൊന്നും കയറില്ല, പകരം നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഒരു ടിക്കറ്റ് ഉണ്ട്, ദെൻ അതിൻ്റെ ഉള്ളിലും എക്സ്ട്രാ പെറ്റിനൊക്കെ നമുക്ക് കയ്യിലൊക്കെ എടുക്കാനായിട്ടും ഫുഡ് കൊടുക്കാനൊക്കെ ആയിട്ടും എക്സ്ട്രാ എമൗണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ട് ഒരു 16D സിനിമേൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട് അവിടെ. പിന്നെ നമ്മളെ ബമ്പർ കാർസൊക്കെ ഓടിക്കുന്ന ഒരു ഭാഗമുണ്ട്, അതിലൊന്നും നമ്മൾ കയറിയില്ല, അതിൻ്റെ ടിക്കറ്റ് ചാർജ് അവിടെ എഴുതിയിട്ട് കാണുന്നില്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പെറ്റ്സിനെ കയ്യിലെടുക്കുന്നതിനൊക്കെ വേറെ ടിക്കറ്റാണ്. പിന്നെ നമ്മൾ ഡീറ്റെയിൽസൊക്കെ അവിടെ എഴുതി കൊടുത്തു, നമ്പറൊക്കെ അവിടെ എഴുതി കൊടുത്തു. അപ്പോൾ ബമ്പർ കാറിനും 16D സിനിമക്കൊക്കെ ഉള്ള റേറ്റാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ കുറേ നല്ല നടക്കാൻ തന്നെ ഉണ്ട്. ഇനി അക്വേറിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ അതിന് വേറെ ടിക്കറ്റാണ്, ഫുള്ള് എക്സ്ട്രാ ടിക്കറ്റാണ് കേട്ടോ. പിന്നെ അതിൻ്റെ പുറമേ തന്നെ ഇങ്ങനെ വെള്ളമൊക്കെ കെട്ടി നിർത്തിയിട്ട് അവിടെ കുഞ്ഞു മീനുകളൊക്കെ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു ഭംഗിയുള്ളൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ കുറച്ച് എക്സ്പെൻസീവാണ്, കാരണം കുറേ അധികം ടിക്കറ്റുകൾ നമ്മളിങ്ങനെ ഓരോന്നിനും വേണ്ടിയിട്ട് എടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ബേർഡ്സ് പാർക്കിലേക്കാണ് പോയത്. അപ്പോൾ അതിൽ നല്ല ഭംഗിയുള്ള ബേർഡ് ഉണ്ട്. പിന്നെ ഒരു എന്താ പറയുക, നമ്മളുടെ ഈ ഉറുമ്പ് തീനയൊക്കെ പോലത്തെ, പിന്നെ ഓന്തൊക്കെ പോലത്തെ എന്തോ ഒരു ജന്തു ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. അപ്പോൾ എനിക്കാൻ്റെ ഫാമിലി ഉണ്ട്, പിന്നെ ഉമ്മയുണ്ട്, പിന്നെ മാമനും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം ബേർഡ്സ് പാർക്കിലേക്ക് വരണമെങ്കിൽ ആദ്യം ഈ ഫിഷ് ടാങ്കിൻ്റെ സൈഡിൽ കൂടെ വേണം പോകാൻ. ഇതിൽ നല്ല വലിയ മീനാണുള്ളത്, മീനിൻ്റെ പേരറിയില്ല. ആ മീനിന് നമ്മൾ ഇങ്ങനെ ഫീഡ് ചെയ്യാൻ പറ്റും, ഫീഡ്
അപ്പം നമ്മളിതിൻ്റെ മറൈൻ വേൾഡിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ടിക്കറ്റിൻ്റെ പ്രൈസാണ് അവിടെ എഴുതിയിട്ടുള്ളത്. കുറച്ച് കോസ്റ്റ്ലിയാണ്. മറ്റേ സ്റ്റാർട്ടിങ്ങിലുള്ളതൊക്കെ കുറച്ച് പൈസ ഉള്ളു. അപ്പോൾ ടോട്ടൽ അവിടെ ഫുള്ള് ടിക്കറ്റാണ് മെയിൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറിയപ്പോൾ ഇങ്ങനെ കുറച്ച് കുഞ്ഞു ടാങ്കുകളും അതുപോലെ തന്നെ ഫിഷ് സ്പാ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ആയിരുന്നു. ഫിഷ് സ്പാ ചെയ്യുന്നതൊക്കെ ഫ്രീ ആണ്. നമ്മൾ കാലനക്കാതെ അതിലിരിക്കുമ്പോൾ കുറേ കുഞ്ഞു മീനുകൾ വന്നിട്ട് നമ്മളെ കാലം നല്ലോണം ക്ലീനാക്കി തരുന്നുണ്ട്, സ്പാ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും അതിലിരുന്നു. അതിൽ കുറേ ടൈം അവിടെ തന്നെ ഇരുന്നിട്ട് പോയി. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ചെറിയൊരു ഇക്കിളുണ്ടാവും. അപ്പോൾ ശരിക്കും നല്ലൊരു സംഭവമാണിത്. ഒരു തെറാപ്പി പോലെയാണ് സ്പാ എന്ന് പറയുന്നത്. ശരി, നന്നായിരിക്കും. ഈ ഒരു ഫിഷ് സ്പാ ചെയ്യുന്നതും അങ്ങനെ ടോട്ടൽ നമ്മൾ കയറുന്നത് ഒരു റൗണ്ടിലുള്ളൊരു വലിയൊരു ഹാളാണ്. അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് കോഫി, ഐസ്ക്രീമോ കൂൾ ഡ്രിങ്ക്സ് എന്ത് വേണമെങ്കിലും കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഫുള്ള് ഇങ്ങനെ ഗ്ലാസ്സിൽ കുഞ്ഞു മീനുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിങ്ങനെ കയറി നിന്നിട്ട് നമ്മൾ ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പോലെയുള്ള ഫോട്ടോസ് എടുക്കാനുള്ളൊരു ഭാഗം ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ കണ്ടത്. പിന്നെ ഇങ്ങനെ കുറേ വാട്ടർ ഫൗണ്ടെയിൻസ് അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ വെള്ളത്തിൽ നിൽക്കുന്ന പോലെയുള്ള ആ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് കാണുന്നത്. സൈഡിലൊക്കെ ഫുള്ള് തന്നെ കേട്ടോ. പിന്നെ തൊട്ട് അടുത്തായിട്ടൊരു മത്സ്യകന്യകനെ അങ്ങനെ നിർത്തിയിട്ടുണ്ട്. അതൊക്കെ കുറച്ച് കൗതുകത്തിന് ഭംഗി കൂട്ടാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. കയ്യിലൊരു പക്ഷീനായിട്ട് അതിൽ നിന്ന് വാട്ടർ ഫൗണ്ടെയിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഓൾമോസ്റ്റ് പലതരം മീനുകളും. നെക്സ്റ്റ് നമ്മൾ ആമസോൺ റെയിൻ ഫോറസ്റ്റ് അവരവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കാണ് അങ്ങനെ ഒരു സെറ്റപ്പ് അവരുണ്ടാക്കിയിരിക്കുകയാണ്. അത് കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ കയറണം. നല്ല ഭംഗിയുള്ളത് കാണാൻ. അവിടെ പോയിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഫാമിലിയായിട്ട്. അപ്പോൾ അതിൻ്റെ ഉമ്മാക്ക് അങ്ങോട്ട് കയറാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം എല്ലാവരും ഇങ്ങനെ പിടിച്ചിട്ടാണ് കയറ്റിയത്.
അതൊക്കെ ഇഷ്ടമുള്ള നല്ല അതിൻ്റെ ഉള്ളിൽ ഫുള്ള് മീനുകളൊക്കെ കണ്ടിട്ട് നമ്മൾ എക്സിറ്റ് ഇതിലേക്കാണ് ഇറങ്ങുക. വന്ന ഭാഗം വേറെ, ഇറങ്ങുന്ന ഭാഗം വേറെ. അപ്പോൾ നമ്മളെല്ലാവരും ഒരു 7:30 ഒക്കെ ആയപ്പോഴത്തേനും പുറത്തേക്ക് എത്തി. അപ്പോൾ അതിൻ്റെ പുറത്ത് ടോയ്ലറ്റിൻ്റെ ആ ഭാഗത്തായിട്ട് അങ്ങനെ ഫ്രീ ആയിട്ട് പൈസ ഒന്നും കൊടുക്കാതെ മീനിന് ഫീഡ് ചെയ്യുന്നൊരു ഭാഗം ഉണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം. നല്ല രസമുണ്ടായിരുന്നു. മീനിങ്ങനെ ശബ്ദം ഉണ്ടാക്കി നമ്മളെ കയ്യുമ്പോൾ ഇങ്ങനെ കുത്തുമ്പോൾ. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.